നമുക്കൊരു പായസം കുടിച്ചാലോ? വായോ. ഞങ്ങളുടെ ആലീസൻ്റെ നല്ല സൂപ്പറായിട്ട് ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കും. അതിപ്പോൾ എങ്ങനെയാണെന്നല്ലേ? ആലീസൻ്റെ ഇതിനിടയ്ക്ക് ഒരു രഹസ്യ കൂട്ട് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറുപയർ പരിപ്പേ നമ്മൾ നന്നായി കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 500 ഗ്രാമോളം ഉണ്ട്. അപ്പം മുട്ടയടിച്ച തേങ്ങയൊക്കെ ആൻറ്റി ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. ആൻറ്റിയുടെ കണക്കനുസരിച്ച് 6 തേങ്ങ വേണമെന്നാണ് ആൻറ്റി പറഞ്ഞത്. പക്ഷെ ചിരണ്ടേണ്ട പാടോർത്ത് ഞങ്ങളതിനെ പകുതിയാക്കി കുറച്ചേ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിലും പായസത്തിനൊരു ഗും വരണമെങ്കിൽ നല്ല വറുത്ത തേങ്ങാക്കൊത്ത് തന്നെ ഇടണം. ആൻറ്റിയാണ് തേങ്ങാക്കൊത്തിന് കുനുകുനാന്ന് അരിയുന്നത് ഇടുന്നുണ്ടേ. പിന്നെ നടന്ന നല്ല രസം തേങ്ങാ ചിരണ്ടൽ മത്സരമായിരുന്നു. ഒന്നും നോക്കിയില്ല, ഞാനും കൂടി ചാച്ചനും കൂടി. 6 മുറി തേങ്ങ ചിരണ്ടി എടുക്കണ്ടേ? നിസ്സാര പണിയാണോ? നമുക്ക് നിസ്സാരമല്ലെങ്കിലും ചാച്ചനത് നിസ്സാരമായിരുന്നു. നിമിഷ നേരം കൊണ്ട് 2 തേങ്ങ ചിരണ്ടി കിട്ടി. ചാച്ചനെ കൊണ്ട് ചിരണ്ടിച്ചാലൊരു കുഴപ്പമുണ്ട്, ചിരണ്ടിയ തേങ്ങയെക്കുറിച്ച് കട്ട് തിന്നും. അകവും പുറവും മുട്ടയടിച്ച തേങ്ങ വേണ്ട അത്തപ്പൂ കണക്കിന് കൂടിയിരിക്കുന്നു. അതിനിടെ കാട് കയറിപ്പോൾ അല്ലേ? അപ്പം നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയെ നമ്മൾ നല്ല രീതിയിൽ അടിച്ചെടുക്കണം. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് കേട്ടിട്ടുണ്ടല്ലോ കുറേ അതിനെപ്പറ്റി. ഈ രീതിയിൽ നമ്മൾ തേങ്ങ അടിച്ചെടുക്കുക. എന്നിട്ട് കണ്ടു അലീസാൻ്റെ കൈ വെച്ചിട്ടാണ് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണേ. അതിൽ തന്നെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് മാറ്റി വെക്കും. ആദ്യം പിഴിയണത് മാറ്റി വെക്കും. അത് നോക്കൂ, ആൻറ്റി എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണേ. കണ്ടോ, ഒരു തരി പോലും തേങ്ങയ്ക്ക് കൊടുക്കാതെ. പണ്ടാരോ സിനിമയിൽ പറഞ്ഞ പോലെ തേങ്ങയോട് എന്തോ ദേഷ്യമുള്ള പോലെ ഉണ്ട് ആൻറ്റിയുടെ പിഴിയൽ കാണുമ്പോൾ. ഇതിൽ ഈ 1-ാം പാല് സെപ്പറേറ്റായിട്ട് മാറ്റി വെക്കുവാണേ. നല്ല കട്ടിയുള്ള പാല് നമുക്ക് ലാസ്റ്റ് വാങ്ങുന്നതിന് മുമ്പ് പായസത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സെപ്പറേറ്റ് മാറ്റി വെച്ചതിന് ശേഷം 3-ാം പാലിലിട്ടിട്ടാണ് നമ്മളിത് ഈ പയർ വേവിക്കുന്നത്. നമ്മളിനി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കഴുകി വെച്ച ചെറുപയർ പരിപ്പ് വറക്കാൻ പോവാണേ. നെയ്യ് ഒഴിച്ചിട്ട്, ചട്ടി ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് അതിലൊരു ചെറുപയർ പരിപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് വെച്ചാൽ അത് നമ്മളൊരു ബ്രൗണിഷ് ഷെയ്ഡാവും. ആ ഷെയ്ഡാകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്തെടുക്കണേ. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. പിന്നെ ചെറുപയർ പരിപ്പ് കഴുകണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളൊരു ഹെൽത്തി എന്നുള്ള രീതിയിൽ കഴുകിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഈ കഴുകി കഴിയുമ്പം കുറച്ചധികം നേരം നമ്മളിത് ഇളക്കേണ്ടി വരും, ഒന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കത് മാറ്റി വെക്കാവേ. വറുത്ത ചെറുപയർ പരിപ്പ് നമ്മൾ തേങ്ങാപ്പാൽ വേവിച്ചെടുക്കാൻ പോവാണ്. വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4-5 വിസിലടിപ്പിക്കേണ്ടി വരും കുക്കറിൽ. നന്നായിട്ട് വേവണമെങ്കിൽ 5, ഒരു കടിച്ച് കിടക്കണമെങ്കിൽ 4 വിസിൽ മതിയാവും. അത് വേവാൻ വെച്ചതിന് ശേഷം നമ്മൾ ജീരകം, ചുക്ക്, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി. ശേഷം നമ്മൾ ചീനിച്ചട്ടിയിലോട്ട് നല്ല നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണേ. തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമേ. നന്നായി മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതേ പാത്രത്തിലോട്ട് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം ശർക്കര വരട്ടി ചേർക്കുന്നതിന് പകരം ഞങ്ങളിവിടെ പൊടിച്ചാണ് ചേർക്കുന്നത്. ഉപ്പും മധുരമൊക്കെ പാകമാക്കിയതിന് ശേഷം നമ്മൾ 2-ാം പാല് ചേർത്തു, 2-ാം പാല് ചേർത്തു, പിന്നെ 1-ാം പാല് ചേർത്തു. അതിന് ശേഷമാണ് ആൻറ്റിയുടെ രഹസ്യക്കൂട്ട് ഒഴിക്കുന്നത്. ഇത് കണ്ടോ, അതായത് നമ്മുടെ പശുവും പാലിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ജീരകവും ഏലക്കായും ചുക്കും കൂടെ പൊടിച്ച് ചേർക്കുവാണ്. പാലിൽ കലർത്തി രഹസ്യക്കൂട്ടൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും ചേർത്തിളക്കി അങ്ങ് സെർവ് ചെയ്യാവേ. അപ്പം എങ്ങനെയാണ്, മഴയൊക്കെ ആയിട്ട് ഒരു പായസം വെച്ച് കുളിക്കുമല്ലേ? അല്ല പിന്നെ.